പി.വി. അൻവർ എം.എൽ.എ ജയിലിൽ നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർത്തതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പി.വി. അൻവർ ഉൾപ്പെടെ 11 DMK പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെയും പി ശശിയുടെയും ആവശ്യപ്രകാരമാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് എന്ന് പി.വി. അൻവർ പറഞ്ഞു. ജാമ്യാപേക്ഷ ഇന്ന് നിലമ്പൂർ കോടതിയിൽ സമർപ്പിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഏകദേശം 6 മണിയോടുകൂടി കേസെടുക്കുന്നു. ഏകദേശം 9 മണിയോടുകൂടി പി.വി. അൻവറിന്റെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പിന്നീട് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ഏകദേശം 12 മണിയോടുകൂടി 11:45-12 മണിയോടുകൂടി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടയ്ക്കുന്നു. അതായത് പിണറായി സർക്കാരിന്റെ 2ാം ഭരണകാലത്ത് ഇത്തരത്തിൽ ഒരു ഭരണപക്ഷ MLA, സാങ്കേതികമായെങ്കിലും ഇപ്പോഴും ഇടതു സ്വതന്ത്ര MLA തന്നെയാണ് ജയിലിലാകുന്നത്. തീർച്ചയായും ഏറെ നാടകീയമായിരുന്നു പി.വി. അൻവറിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നലത്തേത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ MLA ആണ്. അദ്ദേഹം ഇടതുപക്ഷവുമായി അകന്നു നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം 2 തവണയായി ഇടതുപക്ഷത്തിന്റെ MLA ആണ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ളത്. വളരെ നാടകീയമായി ഉണ്ടായിട്ടുള്ള ഒരു അറസ്റ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം ഇന്നലെ രാവിലെ 11 മണിക്കാണ് ഈ വനംവകുപ്പ് ഓഫീസിലേക്ക് ഇവരുടെ മാർച്ച് നടക്കുന്നത്. ഒരു ഉപരോധം പോലെ സംഭവം, പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധമാണ് വലിയ സംഘർഷത്തിലേക്ക് കാരണമാവുകയും അവിടുത്തെ ഉപകരണങ്ങൾ നശിപ്പിക്കാനുള്ള സാഹചര്യമാവുന്നു. അങ്ങനെ ആ സമരത്തെ അപ്പോഴവിടെ നിന്നും മറ്റ് ഒന്നും ഇല്ലാതെ, മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോലീസും അവരെ വെറുതെ വിട്ടയക്കുകയായിരുന്നു. പിന്നീടാണ് വൈകിട്ടോടു കൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് എത്തുന്നത്. അത് വളരെ ആസൂത്രിതമായിരുന്നു. പി.വി. അൻവറിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം, എല്ലാവരും വീടുകളിലേക്ക് പോയതിനു ശേഷം അൻവറും വീട്ടിൽ എത്തിയ ശേഷമായിരുന്നു അൻവറിന്റെ വീട് വളഞ്ഞുകൊണ്ടുള്ള അറസ്റ്റ്. എല്ലായിടത്തും നാടകീയമായി, ഏറെ ആസൂത്രിതമായി തന്നെയായിരുന്നു പോലീസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നടന്നിരുന്നത്. കാരണം ഒരു DYSPയുടെ നേതൃത്വത്തിൽ ഒരു MLAയുടെ വീട് പരിപൂർണമായി വളയുകയാണ് ചെയ്തത്. ആ വളഞ്ഞ വീടിന് സമീപത്ത് അങ്ങോട്ട് ഒരാളെയും അകത്ത് കയറ്റിവിടാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. വലിയ സംഘർഷം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാൻ ഒന്നും അൻവറിന്റെ DMKയോ അൻവറിന്റെ മറ്റ് അനുയായികളോ ആരും തയ്യാറായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ മെഡിക്കൽ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും ആയിരുന്നു പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നത്. അങ്ങനെ അർദ്ധരാത്രി ഒരു MLA, ഒരു കേരളത്തിലെ ഒരു MLA രാത്രി 2:30 മണിയോടുകൂടിയാണ് ജയിലിൽ അടയ്ക്കുന്ന സംവിധാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം വളരെ നാടകീയമായ രംഗങ്ങൾ നിറഞ്ഞതായിരുന്നു. അൻവർ ഇതിനു മുമ്പ് വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ. ആ ആക്ഷേപങ്ങൾക്ക് എല്ലാം മുഖ്യമന്ത്രി മനസ്സിലാക്കി, അതിൽ കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കി അവയെല്ലാം അന്വേഷണത്തിന് ഉത്തരവിടുകയും പിന്നീട് അതിൽ നടപടി, ജില്ലാ പോലീസ് മേധാവിയെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് എല്ലാം അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ആ അൻവർ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ആക്ഷേപം ജനകീയമായ വിഷയമാണ്. അത് തന്നെയാണ് ശാന്തകുമാർ. അതായത് ആദ്യം ആഭ്യന്തര വകുപ്പിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു. പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് സ്വന്തമായ ഒരു പ്രവർത്തന മേഖല ഉണ്ടാക്കി അതിലേക്ക് മാറി ജനകീയ വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുമെന്ന് പറയും. നമ്മൾ പലയിടത്തും കണ്ടതാണ് ഇത്തരത്തിൽ പി.വി. അൻവർ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതും. ഇപ്പോൾ അതുപോലെ തന്നെ പൊതുജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന, വളരെയധികം ചർച്ചയായി നിൽക്കുന്ന ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ സ്വന്തമായൊരു രക്തസാക്ഷിത്വ പദവിയാണ് ഇപ്പോൾ പി.വി. അൻവറിന് ലഭിച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരില്ലേ? അത്തരത്തിൽ ഇത് പി.വി. അൻവറിന് വലിയ രാഷ്ട്രീയ നേട്ടമാകുമോ?
തീർച്ചയായും പി വി അൻവറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിനെതിരെ LDF സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പി വി അൻവർ സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ 130 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമമാണ് ഈ പുതിയ വന നിയമ ഭേദഗതി. ആ ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഇത് അൻവറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ആ ജനകീയ വിഷയത്തിന്റെ പേരിൽ പി വി അൻവറിനെ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇത് അദ്ദേഹത്തെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി DMK എന്ന പേരിൽ ഒരു സാമൂഹിക കൂട്ടായ്മ ഉണ്ടാക്കിയ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മയ്ക്ക് വലിയ ഇടം ലഭിക്കുന്ന സാധ്യത ഉണ്ടാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് പി വി അൻവറിനെ സംബന്ധിച്ചോളം ഈ ജയിൽവാസം അദ്ദേഹത്തെ കൂടുതൽ കരുത്തുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ തന്നെയാണ് സാധ്യത. അതിരാം. എന്തായാലും പി വി അൻവർ MLA ജയിലിലാണ്. ഇന്നലെ വൈകിട്ടാണ് റിമാൻഡ് ചെയ്തത്. ഏകദേശം 2 ആഴ്ചയോളമാണ് റിമാൻഡ്. ഇന്നിപ്പോൾ പി വി അൻവർ ജാമ്യത്തിന് അപേക്ഷ നൽകും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇത് പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് എത്തരത്തിൽ മുതൽക്കൂട്ടാകും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.